ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ പഠിച്ചാലാണ് ഇത്രയും നല്ല മാർക്ക്? ഫസ്റ്റ് നമ്മൾ പാഠത്തിന് കുറച്ച് ഐഡിയ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ ക്ലാസ് കാണും, പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് നോട്ട് ചെയ്താറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടുമല്ലോ. പിന്നെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ അതാണല്ലോ മെയിൻ. പിന്നെ സ്കൂളിൽ പോയി കേൾക്കുമ്പോഴത്തേക്കും ആ റിവിഷനായി അങ്ങനെ പഠിച്ചത്. പിന്നെ ഓണപരീക്ഷ വരെ നല്ല വൃത്തിക്ക് അല്ല നോട്ട് ചെയ്താൽ അങ്ങനെയായിരുന്നു. പിന്നെ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസിന്റെ കയറുന്നു, ക്യൂസുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂസിന് പങ്കെടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ സ്കൂളിൽ കുറേ ക്ലാസ് മിസ്സായി, കുറച്ച് നോട്ട് ചെയ്താണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കുറച്ച് ബാക്ക്ലോഗ് വന്നിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തെടുത്തതൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ ആ സമയത്ത് ഫിസിക്സും മാത്സും കുറച്ച് ടഫായിരുന്നല്ലോ ക്രിസ്മസ് എക്സാം. പിന്നെ NCERT എക്സാമ്പിൾസും എക്സസൈസ് ഒക്കെ ചോദിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ NCERTയിലേക്ക് ഇങ്ങനെ കയറി നടന്ന് പഠിക്കണം. പിന്നെ പഠിച്ചെന്ന് തുടങ്ങി. നോട്ടാണ് കുറച്ച് വായിക്കുക. ക്ലാസ് ഓൾറെഡി കണ്ടതുകൊണ്ട് സമയം കളണ്ടല്ലോ. പിന്നെ PYQ ചെയ്യും. പിന്നെ വർക്ക് ഷീറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ വർക്ക് ഷീറ്റിൽ. പിന്നെ ബുക്ക് സെറ്റ് അടിപൊളിയാണ്. മാത്സ് ഒക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ബാക്കി ഫിസിക്സും കെമിസ്ട്രി ഒക്കെ തന്നെ പാഠം ചെറുതാക്കിയിട്ടുണ്ടല്ലോ ഫസ്റ്റ് തന്നെ. അപ്പോൾ അതൊക്കെ വായിച്ച് തന്നെ റെഡിയാണ്. പിന്നെ ഹിന്ദിയും ഇംഗ്ലീഷും അതിന്റെ ബുക്ക് സെറ്റ് ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് സെറ്റായി എല്ലാം.